അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. പിന്നാമ്പുറത്ത് കളിച്ചിരിക്കുന്നത് IC ബാലകൃഷ്ണൻ MLA തന്നെയാണ്. അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ട ഉടനെ തന്നെ അവിടെ എത്തിയിട്ടുള്ള നേതാക്കളെ കുറിച്ച് അന്വേഷിക്കണം. അവിടെ നിന്ന് അദ്ദേഹം എഴുതി വെച്ചു എന്ന് പറയപ്പെടുന്ന രേഖകൾ നശിപ്പിച്ചതായി പോലും ആരോപണമുണ്ട്. ബത്തേരി അർബൻ സഹകരണ ബാങ്കിൽ നിയമനക്കോഴയിൽ ബലിയാടായോ DCC ട്രഷറർ NM വിജയനും മകനും. ഇരുവരും ഇടനില നിന്ന് കോടികൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നേതാക്കൾക്ക് കൊടുത്തിട്ടും ജോലി കൊടുക്കാൻ തയ്യാറായില്ല. പണം വാങ്ങിയിട്ടും ജോലി നൽകിയില്ലെന്ന് NM വിജയൻ KPCC പ്രസിഡന്റിന് കത്ത് നൽകിയെങ്കിലും കൈമലർത്തുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി. ഒടുവിൽ ഗത്യന്തരമില്ലാത്ത ആ 2 ആത്മഹത്യകൾക്ക് ശേഷം സ്ഥലം MLA IC ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞ് കരാർ ഉടമ്പടി വരെ പുറത്തു വന്നിട്ടും കോൺഗ്രസ് അനങ്ങിയിട്ടില്ല. ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് PP ദിവ്യക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും രാജിക്കായി പ്രതിഷേധവും നടത്തിയ കോൺഗ്രസിന് ഈ ആത്മഹത്യകളിൽ ധാർമ്മിക രോഷമുണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് MLA രാജിവെക്കണോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, CPI നേതാവ് K അനിൽകുമാർ, BJP നേതാവ് K സോമൻ, 3 പേർക്കും പാനൽ ലിസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, സ്ഥലം MLA മാത്രമല്ല KPCC വരെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന അവസ്ഥ, ഈ വിഷയം അറിഞ്ഞിട്ട് കൈമലർത്തി കോൺഗ്രസ് പാർട്ടി എന്ന് വ്യക്തമായ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം, കോൺഗ്രസിന് ധാർമ്മിക രോഷമില്ലേ? പ്രതിഷേധിക്കണ്ടേ? ഈ 2 ആത്മഹത്യകൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ കാരണക്കാരായവരെ കുറിച്ച് അന്വേഷിക്കണ്ടേ കോൺഗ്രസിന് ഇപ്പോൾ? അല്ല, നോക്കൂ അപർണ, ഞങ്ങളെ നിങ്ങൾ ഈ PP ദിവ്യയുടെ കേസിലൊന്നും കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. കാര്യം ദിവ്യയെ പോലെ IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയിട്ടില്ല. അദ്ദേഹം ഇന്ദിരാഭവനിന്റെ അടുക്കള പുറത്ത് ഒളിവിൽ ഇരിക്കുകയുമല്ല. ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടു, News 18 അടക്കം ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി പറയുന്നു, കോൺഗ്രസും IC ബാലകൃഷ്ണനും കോൺഗ്രസ് പാർട്ടിയും ജില്ലയിലെയും സംസ്ഥാനത്തെയും പാർട്ടിയും ഒന്നടങ്കം ഞങ്ങൾ പറയുന്നു, ഈ 2 ആത്മഹത്യയിലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾ സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ്. ഞങ്ങൾക്ക് അന്വേഷണം നടത്താൻ പറ്റില്ല. എന്നാൽ കൂടി ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടേതായിട്ടുള്ള നിലയിൽ അന്വേഷണം നടത്തും. പക്ഷേ ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം അതിന് സാധിക്കുന്നതിന്റെ അങ്ങേയറ്റത്ത്, ഇനി CBI കൊണ്ട് അന്വേഷിപ്പിക്കാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾ അന്വേഷിപ്പിച്ച് ഇതിലെ വസ്തുതകൾ വെളിയിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ദിവ്യയെ പോലെ ഒളിവിൽ പോവാതെ നാളെ രാവിലെ വയനാട് SP-ക്ക് IC ബാലകൃഷ്ണൻ വളരെ കൃത്യമായി പരാതി കൊടുക്കാൻ പോകുന്നത്. തനിക്കെതിരെ ഉണ്ടായ ആരോപണത്തിൽ, ഇത്തരം കഴമ്പില്ലാത്ത ആരോപണങ്ങളിൽ അന്വേഷണം വേണം. നോക്കൂ, 2019 അവിടുത്തെ DCC ഭാരവാഹി RP ശിവദാസന്റെ പേരിൽ ഇങ്ങനൊരു കത്ത് പുറത്തു വന്നു എന്ന് പറഞ്ഞ് അന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. News 18 കൊടുത്തിട്ടുണ്ട്, മറ്റുള്ള വാർത്താ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്ന് RP ശിവദാസൻ വയനാട് ജില്ലാ പ്രസ് ക്ലബ് യോഗത്തിൽ തന്നെ വന്നു പറഞ്ഞു, എന്റെ പേരിൽ അങ്ങനെ ഒരു കത്ത് വന്നിട്ടില്ല, ഇത് വ്യാജ വാർത്തയാണ്. അതിനുശേഷം സക്കറിയ മണ്ണിൽ, ഞങ്ങളുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ്, സക്കറിയ മണ്ണിലിന്റെ പേരിൽ എന്തുണ്ടായി? ഒരു ആരോപണം വന്നു, ഇതാ ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കുന്നു, സക്കറിയ മണ്ണിൽ AICCക്ക് ലെറ്റർ കൊടുത്തിരിക്കുന്നു. അദ്ദേഹവും ആ കത്തിനെ തള്ളിക്കളഞ്ഞു വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന്. അത്തരത്തിലൊരു കത്താണോ ഇത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും നിലവിൽ അങ്ങനെ ഒരു കത്തുള്ളതായി ഞങ്ങളുടെ പരിചയത്തിൽ ഒരിടത്തുമില്ല. നോക്കൂ, ഇവിടെ അഴിമതി ആരോപിക്കുന്നത് അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. അവിടെ അഴിമതി നടന്നില്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, കോൺഗ്രസ് പറയുന്നില്ല. അവിടെ അഴിമതി വന്നു, അഴിമതി ആരോപണം ഉണ്ടായി. ആ അഴിമതി ആരോപണം DCC യോഗത്തിൽ വിവിധ ആൾക്കാർ ഉന്നയിച്ചു. ഈ മരണപ്പെട്ട വിജയേട്ടനോ അദ്ദേഹത്തിന്റെ മകനോ അല്ല, മറ്റു പലരും വയനാട് DCC യോഗത്തിൽ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോ 2019 ഇങ്ങനെ ഒരു ആരോപണം ചർച്ച ചെയ്യപ്പെട്ടു. അത് KPCCക്ക് വിട്ടു. KPCCക്ക് വിട്ടിട്ട് KPCCയുടെ ജനറൽ സെക്രട്ടറി KE വിനയൻ, രാജശേഖരൻ DCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു തോമസ്, DCCയുടെ ജനറൽ സെക്രട്ടറി അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയെ അന്വേഷണ കമ്മീഷനായി KPCC നിയോഗിച്ചു. അങ്ങനെ KPCC നിയോഗിക്കുക മാത്രമല്ല ചെയ്തത് അപർണ, ഞങ്ങൾ എന്ത് ചെയ്തു?
ഞങ്ങൾ അതിൽ അഴിമതി കണ്ടെത്തി. അങ്ങനെ അഴിമതി കണ്ടെത്തിയ ഞങ്ങൾ ആ ബാങ്കിന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ സണ്ണിയെ എന്തു ചെയ്തു? സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. ആ സണ്ണിയെ മാത്രമല്ല ഞങ്ങൾ മാറ്റി നിർത്തിയത്, ഗോപിനാഥൻ മാസ്റ്ററെ ഞങ്ങൾ മാറ്റി നിർത്തി. അങ്ങനെ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾ കണ്ടെത്തിയ 3ഓളം പേരെ ഞങ്ങൾ മാറ്റി നിർത്തി. ഈ മാറ്റി നിർത്തിയ മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ ഇന്നെവിടെയാണെന്ന് നോക്കിയാൽ അറിയാം. CPM-ന്റെ ഈ കാര്യത്തിലെ ജിജ്ഞാസ എന്തുകൊണ്ടാണ് എന്ന് ഈ പറയുന്ന ഡോക്ടർ സണ്ണി ഉണ്ടല്ലോ, ഈ ഡോക്ടർ സണ്ണി ഇന്ന് CPM-ന്റെ സന്തത സഹചാരിയാണ്. അവർക്ക് വേണ്ടി പിന്നീട്, അതായത് 13-അംഗ ബാങ്ക് കമ്മിറ്റിയിൽ ഒരാൾ പോലും അഴിമതി ആരോപണം ഉണ്ടായത് കൊണ്ട് ഒരാൾ പോലും അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും മത്സരിക്കേണ്ട എന്ന കോൺഗ്രസ് തീരുമാനമെടുത്ത് മാറ്റി നിർത്തുമ്പോൾ എന്ത് ചെയ്തു? MS വിശ്വനാഥൻ അടക്കമുള്ള ഡോക്ടർ സണ്ണി അടക്കമുള്ള ഞങ്ങൾ പുറത്താക്കിയവരെ വെച്ച് ഇവരൊരു പാനൽ ഉണ്ടാക്കി. ആര്? CPM ഒരു പാനൽ ഉണ്ടാക്കി അവിടെ മത്സരിച്ചു. അഴിമതിക്കാരെ പുറത്താക്കി ഞങ്ങൾ അഴിമതിക്കാർ മാറി നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച് ഞങ്ങൾ പുതുമുഖങ്ങളെ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ അടക്കുണ്ടായിരുന്ന ഞങ്ങൾ അഴിമതിക്കാരാണ് എന്ന് കണ്ടെത്തി ഞങ്ങൾ നടപടിയെടുത്തവരെ ഇവരെന്ത് ചെയ്തു? ഇവർ ഓമനിച്ച് ലാളിച്ച് അവിടെ മത്സരിപ്പിച്ചു. ഇനി MS വിശ്വനാഥൻ ആരാണ് എന്നുകൂടി പറഞ്ഞിട്ട് എന്റെ ആദ്യഘട്ടം അവസാനിപ്പിക്കാം. ഈ MS വിശ്വനാഥൻ ഞങ്ങളുടെ KPCC-യുടെ അന്വേഷണ കമ്മീഷൻ, ഇപ്പൊ അവരുടെ ചോദിച്ചില്ലേ ഞങ്ങൾക്ക് ധാർമ്മിക രോക്ഷമില്ലേ എന്ന്, ആ ധാർമ്മികതയുടെ പുറത്ത് ഞങ്ങൾ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ഞങ്ങളുടെ പാർട്ടിയുടെ സകല മെമ്പർഷിപ്പിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കിയ MS വിശ്വനാഥൻ, ആ വിശ്വനാഥൻ ഞങ്ങളുടെ പാർട്ടി പുറത്താക്കിയതിന്റെ 1 മാസം കഴിഞ്ഞപ്പോ CPM-ൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തു. CPM-ൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തു എന്ന് മാത്രമല്ല, ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് കൃത്യമായി പറഞ്ഞാൽ 2021-ൽ 2019 അവസാനം ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നു. 2021-ൽ IC ബാലകൃഷ്ണനെതിരെ CPM-ന്റെ കാൻഡിഡേറ്റായി മത്സരിച്ചു. CPM-ന്റെ കാൻഡിഡേറ്റായി, അതായത് ഈ അർബൻ ബാങ്കിൽ മുഴുവൻ അഴിമതിയാണ് എന്നാണ് CPM-ന്റെ നിലപാടെങ്കിൽ ആ അഴിമതി നടത്തിയവരെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്താക്കിയവരെ നിങ്ങൾ പിടിച്ച് ചേർത്ത് നിർത്തി മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, CPM-ന്റെ എല്ലാ മെമ്പർഷിപ്പ് തത്വങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് 1 മാസത്തിൽ മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ MLA കാൻഡിഡേറ്റ് ആയി അവതരിപ്പിച്ചു. CPM അവതരിപ്പിച്ചു, മത്സരിപ്പിച്ചു. അപ്പൊ ഇവർക്ക് ആർക്കും പ്രശ്നമില്ല. ഈ അഴിമതിക്കാരെ ഇവർക്ക് MLA ആക്കാം, CPM-ലേക്ക് കൊണ്ടുവരാം. ഇത് BJP-യുടെ കേന്ദ്രത്തിലെ നയമാണ് CPM ഇവിടെ പറയുന്നത്. അതായത് നമുക്കൊപ്പം ചേർന്നാൽ കൊള്ളാം, സൂപ്പർ, അടിപൊളി. പക്ഷെ അപ്പുറത്ത് നിന്ന പ്രശ്നമാണ് ഈ അഴിമതിക്കാരോട് BJP വൈറ്റ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത് പോലെ അതിന്റെ ഒരു മിനിയേച്ചർ AKG സെന്ററിൽ ഇവർ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിശ്വനാഥൻ അടക്കമുള്ള അഴിമതിക്കാർ AKG സെന്ററിൽ ചെല്ലുന്നു, അവർ വിശുദ്ധരായി മാറുന്നു. ഇവിടെ ബാക്കി എല്ലാവരും എന്താണ്? കുറ്റവാളികളാണല്ലോ. ഞങ്ങൾക്ക് സ്വാഭാവികമായും വിജയേട്ടന്റെയും അദ്ദേഹത്തിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2019-ന് ശേഷം KPCC-യോ DCC-യോ നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനും മൊഴി കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു ആരോപണവുമായി വന്നിട്ടില്ല. DCC യോഗങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് ഇന്ന് ഞാൻ വയനാട്ടിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയുണ്ടായി. ഒരിടത്ത് പോലും അദ്ദേഹം ഒരു ആരോപണം DCC യോഗങ്ങളിൽ ഉന്നയിച്ചതായി കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവണം. അത് രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും സാമ്പത്തിക മുതലെടുപ്പ് എടുക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും. രണ്ട് ചോദ്യം. വിജയന്റെയും മകന്റെയും മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ അതാണ് അവസാനം കംപ്ലീറ്റ് ചെയ്തത്. വിജയേട്ടന്റെ മരണത്തിൽ കാരണമായത് കുടുംബ പ്രശ്നമാണെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെങ്കിലും രാഷ്ട്രീയ പ്രശ്നമാണെങ്കിലും അതിൻ്റെ അകത്ത് കൃത്യമായ അന്വേഷണം വേണം. അതിന് ഈ രാജ്യത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല അന്വേഷണ ഏജൻസിയെ വെച്ച് അന്വേഷിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം. അത് CBI എങ്കിൽ CBI. KPCC-ക്ക് അയച്ച കത്ത് വ്യാജമാണ്, പുറത്തു വന്നതായി പറയുന്ന കത്ത് വ്യാജമാണെന്ന് കോൺഗ്രസ് കരുതുന്നു. റിട്ടയർഡ് അധ്യാപകനായുള്ള പീറ്ററുമായി ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി രേഖ, IC ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കിയ ഉടമ്പടി രേഖ, അതും വ്യാജമാണെന്ന് കോൺഗ്രസ് കരുതുന്നു. ആണോ? അല്ല, അതാണ് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നേ. ഈ പീറ്റർ ഇത് ഓൺ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ടെന്ന് നിങ്ങൾ മാധ്യമങ്ങളോട് പീറ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ അറിയാമല്ലോ. ഈ ചർച്ചയിൽ ഈ പാനലിലുള്ള എന്റെ സുഹൃത്തു കൂടിയായ അഡ്വക്കേറ്റ് അനിൽകുമാർ അടക്കം അഡ്വക്കേറ്റ് ആണല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അനിൽകുമാറിന്റെ പേരിൽ എനിക്കും അപർണയ്ക്കും ഒരു എഗ്രിമെന്റ് ഏർപ്പെടാം. അനിൽകുമാർ അതിൽ ബാധ്യസ്ഥനാവുമോ? ഏറ്റവും കുറഞ്ഞ പക്ഷം അനിൽകുമാർ പണം എനിക്ക് നൽകുന്നെങ്കിൽ അപർണയെ വിളിച്ച് ചോദിക്കണം, അപർണ ഞാൻ ഇതുപോലെ അങ്ങയുടെ പേരിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ട് പണം നൽകുകയാണ്, അങ്ങ് അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിച്ചിട്ടില്ല. IC ബാലകൃഷ്ണനുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കട്ടെ, അദ്ദേഹമായിട്ടുള്ള കത്തിടപാടുകൾ, അദ്ദേഹത്തിന്റെ ടവർ ലൊക്കേഷൻ എല്ലാം പരിശോധിക്കട്ടെ. ഈ പീറ്റർ IC ബാലകൃഷ്ണനെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ കത്തും ഈ പറയുന്ന എഗ്രിമെന്റും എല്ലാം ഫോർജ്ഡ് ആണ്. ഞാൻ തിരികെ എത്താം. CPM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ,
രാഷ്ട്രീയ മുതലെടുപ്പ് ആണ് നടത്തുന്നത് എന്ന് കോൺഗ്രസ് CPM-നെതിരെ ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല കണക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. 2019 തൊട്ട് അന്വേഷണ കമ്മീഷനുകൾക്ക് മുൻപിലൊന്നും വിജയൻ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൊഴി കൊടുത്തിട്ടില്ല, പരാമർശം കൊടുത്തിട്ടില്ല. ഈ കത്ത്, ഈ സമാനമായിട്ടുള്ള 2 കത്തുകൾ ഇതിനു മുൻപ് വരികയും അത് വ്യാജമാണെന്ന് KPCC കണ്ടെത്തുകയും ചെയ്തതാണ്. അതാകാം. ഉടമ്പടി രേഖയിൽ IC ബാലകൃഷ്ണന്റെ പേര് എവിടെയുമില്ല, ഇത് ഓൺ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒന്നാം കക്ഷിയായിട്ടുള്ള പീറ്റർ. ഇത്രയും സാഹചര്യങ്ങൾ വെച്ച് എങ്ങനെ MLA രാജിവെക്കണമെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നിടത്ത് നേരത്തെ പറഞ്ഞൊരു വിഷയം കൂടി, ADM-ന്റെ മരണത്തിൽ സംഭവിച്ചതുപോലെയല്ല, എവിടെയും ഒളിച്ചിരിക്കുന്നില്ലല്ലോ, നേരെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണല്ലോ, CPM സ്വീകരിച്ച വഴിയല്ലല്ലോ ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് പറയുന്നു. എങ്ങനെയാണ് മറുപടി കൊടുക്കുക? അല്ല, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM പ്രത്യേകമായ ഒരു വഴിയും സ്വീകരിച്ചില്ല. അതിൽ ആരോപണ വിധേയരായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിയമ നടപടികളിലേക്ക് പോയി. നിയമ നടപടികൾ തീർപ്പായപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ നിയമന്യായ സംവിധാനമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. അവിടെ CPM എന്തോ ഒരു വഴി സ്വീകരിച്ചു എന്ന് പറയുന്നത്, അപർണ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ CPM-ന് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല. ഏത് സംഭവമാണെങ്കിലും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അത് കൈകാര്യം ചെയ്യണം. ഇവിടെ വയനാട് ജില്ലയില് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തട്ടകമായിരുന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന, ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വിജയനാണ്, NM വിജയനാണ് തന്റെ മകനോടൊപ്പം ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൽ വേദനയുള്ളവർക്ക് ഈ കോൺഗ്രസുകാർ മനുഷ്യരാണോ? അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും അദ്ദേഹത്തിന്റെ മകനും, ഒരു കുടുംബത്തിലെ അച്ഛനും മകനും മരിക്കേണ്ടി വന്നപ്പോ അത് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ച് സത്യം കണ്ടുപിടിച്ചോളും കേട്ടോ, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. എന്തിനാ ഈ ഒരു ജീവിതം മുഴുവൻ ഇദ്ദേഹം കോൺഗ്രസുകാരനായിട്ട് നടന്നത്? എന്തിനാണ് ഈ കുടുംബം രാഹുൽ ഗാന്ധി ഗീതയെ പറഞ്ഞ് നടന്നത്? എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഗീതയെ പറഞ്ഞ് ഈ കുടുംബം നടന്നത്? ആ കുടുംബത്തിലേക്ക് പോകാൻ കോൺഗ്രസുകാർക്ക് നേരെ ഉണ്ടായോ? ഇന്നലെ ഒരു കോടതി വിധി വന്നപ്പോ കോൺഗ്രസുകാരെല്ലാം കൊണ്ട് വീട്ടിൽ പോയിട്ട് എന്തെല്ലാം കോലാഹലം കാണിച്ചു, കള്ള കണ്ണീരൊഴുക്കി. എവിടെ പോയി നിങ്ങളുടെ പൂങ്കണ്ണീര്? അപ്പൊ ഈ ചർച്ചയിൽ വ്യക്തമായ ഒരു പ്രധാനപ്പെട്ട സംഗതി, കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ളക്കാരാണ് കോൺഗ്രസുകാർ. ഇപ്പൊ തന്നെ ഇവിടെ സംബന്ധിച്ചല്ലോ കോൺഗ്രസിന്റെ പ്രകൃതി. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നിരുന്നവർ പെരുങ്കള്ളന്മാരായിരുന്നു. ഞങ്ങളുടെ KPCC-യുടെ കമ്മിറ്റി അവർ പെരുങ്കള്ളന്മാരാന്ന് കണ്ടെത്തി. അതാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ഇവരുടെ ഞാൻ പറയട്ടെ ആ കള്ളന്മാരെ കുറിച്ച് KPCC-യുടെ ആയിട്ടുള്ള KK എബ്രഹാം ഇവരുടെ തലതൊട്ടപ്പനാണല്ലോ. എത്ര കോടിയാണ് വിഴുങ്ങിയത് പുൽപ്പള്ളി ബാങ്കില്, കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കില്. വയനാട് ജില്ലയിൽ അർബൻ ബാങ്കിലെ ബത്തേരി ബാങ്ക് അവിടെ അഴിമതി നടന്നുകൊണ്ട് നിങ്ങളുടെ KPCC-യുടെ കമ്മിറ്റി കണ്ടെത്തി. അപ്പൊ എന്റെ ഇന്നത്തെ ചോദ്യം, ഈ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടോ? അഴിമതി നടത്തിയ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും ഒരു പരാതി നിങ്ങൾ എവിടെങ്കിലും കൊടുത്തോ? അല്ല, ഞങ്ങൾ പരാതിപ്പെട്ടാലേ നിങ്ങളുടെ ഞാൻ പറയട്ടെ, ചർച്ചയ്ക്ക് ഒരു രീതി കൊണ്ടു നിങ്ങൾ സമ്മതിച്ചു അവിടെ പെരുങ്കള്ളന്മാരാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നത്, ആ കള്ളന്മാർ അഴിമതി നടത്തിയവരാണ്. അത് നിങ്ങളിപ്പോ ഈ ഒരാളുടെ മരണത്തിന് ശേഷം, രണ്ടുപേരും മരിച്ചതിന് ശേഷം നിങ്ങളുടെ തലയിലെ പത്തിരിക്കുമ്പോ അത് തട്ടിക്കളയാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയരുത്. നിങ്ങൾ എന്ത് വേണം? അഴിമതിക്കെതിരായിട്ട് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? ഒന്ന്, നിയമനത്തിൽ അഴിമതി നടന്നു, കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ ഒന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. 2, ആ അഴിമതിക്കെതിരായി എന്തെങ്കിലും ഒരു നിലപാട് നിങ്ങൾ നിയമപരമായി സ്വീകരിച്ചില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ഇവിടെ പേര് പറഞ്ഞ 2 പേരുണ്ടല്ലോ, ഒരു വിശ്വനാഥനും സണ്ണിയൊക്കെ. അവര് CPM-ലേക്ക് പോയി എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ നിങ്ങൾ CPM-ലേക്ക് പൊക്കഴിഞ്ഞാൽ പിന്നെ കേസ് കൊടുക്കാൻ പറ്റേ? ഇവർ അഴിമതിക്കാരാണെങ്കിൽ ഇപ്പൊ IC ബാലകൃഷ്ണരെ മത്സരിച്ചു വിശ്വനാഥനെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്നേരം കേസ് കൊടുത്തില്ല? ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോ ഇവരെല്ലാം കുഴപ്പക്കാരാണെന്ന് ഇപ്പൊ എന്നാ പറയണു? അതിനർത്ഥം എന്താണ്? സണ്ണിയുടെ കാര്യത്തിലും വിശ്വനാഥന്റെ കാര്യത്തിലും എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടല്ല ആത്മഹത്യ ചെയ്യുന്നത് NM വിജയൻ. നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രഷററാണ്. നിങ്ങളെ മരിച്ച വീട്ടിൽ പോയോ കോൺഗ്രസുകാരെ? അച്ഛനും മരിച്ചും മകനും മരിച്ച വീട്ടിൽ നിങ്ങൾ പോയോ? IC ബാലകൃഷ്ണൻ
അങ്ങ് എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഞാൻ ഈ പറയട്ടെ സാർ. ഫൂട്ടേജിന്റെ വിഷ്വൽസ് എടുത്ത് നോക്കൂ. ഞാൻ നിങ്ങൾ പറയട്ടെ സാർ. പറഞ്ഞിട്ട് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജയേട്ടന്റെ വീട്ടിൽ പോകാൻ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഫോൺ ചെയ്യണ്ട. നിങ്ങൾക്ക് ഞാൻ നാളെ പറയട്ടെ. ഇങ്ങനെ മുതലെടുക്കാൻ പറയട്ടെ എന്ന് എനിക്ക് പറയാനോദിക്കണ്ടേ? നമ്മുടെ ചർച്ച പങ്കെടുക്കുമ്പോൾ അങ്ങോട്ടും കൂട്ടുകൂടെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരുന്നല്ലോ. പറഞ്ഞോളൂ. അങ്ങ് വസ്തുതാപരമായി തെറ്റാണ് രണ്ടു തവണ ഞാൻ പറഞ്ഞത്. വസ്തുതാവിരുദ്ധമായിട്ട് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു എന്ന് പറയാതിരിക്കാൻ പറ്റും. ഐസി വാക്യം കൊണ്ട് പറയാം. അങ്ങ് പറഞ്ഞു. നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ ആത്മഹത്യ ചെയ്ത ഒരു കേസിനകത്ത് ലഭ്യമാകേണ്ട മുഴുവൻ തെളിവുകൾ നശിപ്പിച്ച ശേഷം പിണറായിയോട് അന്വേഷിച്ചോളം പറഞ്ഞ് എങ്ങനെ നടക്കും? നിങ്ങൾ എന്താ ചെയ്തത്? നവീൻ ബാബുവിന്റെ കാര്യം പറഞ്ഞ പോലെ കോൺഗ്രസുകാർ കൊന്നു കെട്ടിത്തൂക്കി. നമുക്ക് വേണം പറയാമല്ലോ, കോൺഗ്രസുകാർ കൊന്നു കെട്ടിത്തൂക്കി. അച്ഛനെ മകനെ കോൺഗ്രസുകാർ കൊന്നു കെട്ടിത്തൂക്കിയിട്ട് തെളിവുകൾ നിങ്ങൾ നശിപ്പിച്ചു. എന്നിട്ട് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചോളം പറഞ്ഞാൽ തെളിവ് കിട്ടുമോ? അപ്പൊ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വസ്തുത എന്താണ്? CPM-നോടുള്ള പരാതി കൊണ്ടല്ല ഇവർ ആത്മഹത്യ ചെയ്തത്. ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള പ്രാഥമിക കാരണം കോൺഗ്രസ് പാർട്ടി അവർക്ക് നീതി കൊടുക്കാത്തത് കൊണ്ടാണ്. ശ്രീ കെ എൻ കുമാർ, വസന്ത് പറയുന്നത് കേട്ടില്ലേ? അങ്ങനെയല്ല, ഇതില് മാനസിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഒക്കെ ആകാം. ഇതൊക്കെ അന്വേഷിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതെ, അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയേറെ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഇവരുടെ നേതാക്കന്മാരായിട്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല. ശ്രീ അനിൽകുമാർ പറയട്ടെ, DCCയുടെ ട്രഷററായിരിക്കുന്ന ഒരാൾ മുൻ DCC പ്രസിഡന്റും സഹപ്രവർത്തകനും MLA-യുമായ ഒരാളുടെ പേര് ചേർത്ത് ഒരു DCCയുടെ ട്രഷറർ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ ആ എഗ്രിമെന്റ് ഞാൻ നടത്തില്ല എന്ന് ബാലകൃഷ്ണൻ പറഞ്ഞാൽ ബാലകൃഷ്ണൻ വെളുക്കുമോ? ബാലകൃഷ്ണൻ ഏത് കുളത്തെ കൊണ്ട് കുളിപ്പിച്ചാൽ വെളുക്കും? IC ബാലകൃഷ്ണനെ. അഭിഭാഷകനല്ലേ? ശരി, ശ്രീ കെ എൻ കുമാർ, ഒറ്റ കാര്യം കൂടെ. നാളെ ഇതെല്ലാം ചേർത്തിട്ടാണല്ലോ വയനാട് SP-ക്ക് പരാതി കൊടുക്കുന്നത്. അതായത് തന്റെ പേരിൽ വ്യാജരേഖ പുറത്തു വരുന്നു, ഇത്തരം ആരോപണങ്ങൾ വരുന്നു, അതുകൊണ്ട് SP-ക്ക് പരാതി കൊടുക്കുന്നു എന്ന് പറയുന്നിടത്ത് ഇത് ആത്മവിശ്വാസത്തോടെ നേരിടുകയാണ് എന്നൊരു സന്ദേശം അതിനകത്തുണ്ടല്ലോ. അതായിരിക്കില്ലേ കോൺഗ്രസിന്റെ പാനലിസ്റ്റും പറയുന്നുണ്ടാവുക? ഞാൻ പറയാം. ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതൊരു കാര്യം. ബാലകൃഷ്ണൻ തൊണ്ട് സുഗതം പിടിക്കപ്പെട്ടു. ബാലകൃഷ്ണന്റെ സഹപ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്യുന്നത്. സഹപ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ബാങ്കിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നുവെങ്കിൽ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം അവിടുത്തെ ഏറ്റവും ഉന്നതനായ നേതാവായ ബാലകൃഷ്ണനാണ്. 2019 മുതൽ 5 കൊല്ലക്കാലം അഴിമതി നടത്തിയതിന്റെ ഭാഗമായി പണം നഷ്ടപ്പെട്ട ചെറുപ്പക്കാർക്ക് എന്ത് നീതി കൊടുത്തു കോൺഗ്രസ്? നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ അഴിമതിയുടെ ഭാഗമായി എന്തു നീതി കൊടുത്തു കോൺഗ്രസ്? ഈ പണം അപഹരിച്ചുകൊണ്ട് പോയ ശേഷം തിരിച്ചു കൊടുത്തില്ല, ജോലിയും കൊടുത്തില്ല, തിരിച്ചും കൊടുത്തില്ല. അവിടെ നിയമിക്കപ്പെട്ടവരുടെയും ഇഷ്ടം പോലെ ചക്രം വാങ്ങിച്ചു, അത് അപഹരിച്ചെടുത്തു. അത് ചക്രമടക്കം നിങ്ങളുടെ കൂടെയാണ്. അതിനെന്താ തെളിവ്? ഒരു കഷ്ണം കടലാസിൽ പരാതി ഉണ്ടോ? അല്ല, എന്താണ് നിങ്ങൾക്ക് തെളിവ്? ഒരു കഷ്ണം കടലാസുണ്ടോ ഞങ്ങൾക്ക് ആരോപിക്കാൻ? KM മാണിയുടെ മകൻ നോട്ടടിക്കുന്ന ലിസ്റ്റിലടക്കം അങ്ങോട്ട് വന്നതുപോലെ ഇവരും വന്നിട്ടുണ്ട് എന്ന് കൂട്ടിയാൽ ചർച്ച പങ്കെടുക്കുമ്പോ വസ്തുതാപരമായി സംസാരിക്കണം. ഒന്ന് ഞാൻ പറയുമ്പോൾ ഇടപെടരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആദ്യമേ ചോദിച്ച ചോദ്യം, IC ബാലകൃഷ്ണനെതിരായിട്ട് വിശ്വനാഥൻ മത്സരിച്ചപ്പോ അദ്ദേഹം മത്സരിച്ച തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്രകാരം അഴിമതി ആരോപണം നിങ്ങൾ ഉയർത്തിയോ? തീർച്ചയായും യൂത്ത് കോൺഗ്രസ് ഒന്ന് പരാതി നൽകിയിട്ടുണ്ട്. എന്താ സംശയം? ഇങ്ങനെയാണോ ഒരു ചർച്ച? അവർണ ഈ ചർച്ച പറഞ്ഞതാണ് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് ചർച്ച എങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് പഠിപ്പിക്കാവോ? നമ്മുടെ ചർച്ചയുടെ രീതി ഇങ്ങനെ ചാനൽ ചർച്ച ഒന്നും കണ്ടിട്ടില്ല ഇദ്ദേഹം. ഇല്ല. നിങ്ങൾ ചാനൽ ചർച്ച എവിടെയെങ്കിലും കാണണം. ആയിക്കോട്ടെ, ആദ്യം ഒരു ചാനൽ ചർച്ച കണ്ടിട്ട് ഇറങ്ങണം. ഇതിന് ഈ പരിപാടിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരാൾ പറയുമ്പോൾ പക്ഷേ ഉണ്ടായിരിക്കലാണ് ഇവിടുത്തെ രീതി. അതിന്റെ ഒരു മാന്യത എങ്ങനെയാണ്? 5 തവണ ആവർത്തിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. അൽകുമാർ പറഞ്ഞു തീരട്ടെ. ഞാൻ വസന്തിലേക്ക് തന്നെ വരാം. വസന്ത് തന്നെ ഉത്തരം പറയണം. അൽകുമാർ ഒന്ന് പറഞ്ഞു തീരട്ടെ. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഈ മരണം ഉണ്ടാകുന്നത് വരെ ഈ ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒരു പരാതി ഇവർ കൊടുത്തിട്ടുണ്ടോ? 2, ഇവർ ഭരിക്കുന്ന ബാങ്കിനകത്ത് അഴിമതി നടത്തുമെന്ന് സമ്മതിക്കുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ നിലപാട് സ്വീകരിച്ചോ?
3, കേരളത്തിലെ സഹകരണ ബാങ്കുകളിലാകെ അഴിമതിയാണെന്ന് പറഞ്ഞ് CPM-നെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ്, CPI-നെ കടന്നാക്രമിച്ച കെ സുധാകരൻ, CPM-നെ കടന്നാക്രമിച്ച നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിയെ പോലുള്ള ഉത്തരവാദിത്തമില്ലാത്ത ആളുകൾ, ആ ആളുകൾ പ്രതികരിക്കുന്ന ഒരു ഇടമെന്ന നിലയ്ക്ക് അത്തരമൊരിടത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തു നടപടിയാണ് രാഹുൽ ഗാന്ധി എടുത്തത്? അതുകൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ ചോരയ്ക്കും ജീവനും ഉത്തരം പറയണം. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഉത്തരം പറയണം. ഈ കൂട്ടുകച്ചവടത്തിന് രാഹുൽ ഗാന്ധിയും AICC-യും പ്രിയങ്ക ഗാന്ധിയും കൂട്ടുന്നത് കൊണ്ടാണ് DCC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഇപ്പൊ ട്രഷറർ ആയിരിക്കുന്ന ആൾ മകനോടൊപ്പം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ഈ ജീവന് വില പറയേണ്ടത് കോൺഗ്രസ് ആണ്. മാധ്യമങ്ങൾ ഈ വിഷയം വൈകാരികമായി ഉന്നയിക്കുന്നില്ല എന്നതുകൊണ്ട് കോൺഗ്രസുകാർ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ജനങ്ങളുടെ മുന്നിൽ ഈ സഹകരണ തട്ടിപ്പിന്റെ കൊള്ളയുടെ കേന്ദ്രം കോൺഗ്രസ് ആണ് എന്ന് തെളിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. സഹകരണ ബാങ്ക് മാത്രമല്ല, ജോലിക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്ന കൊള്ളക്കാരാണ് കോൺഗ്രസ് എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. BJP നേതാവ് കെ സോമൻ, ഈ പാർട്ടി തന്നെ, അതായത് കോൺഗ്രസ്, AICC അടക്കം ഈ വിഷയത്തിനകത്ത് ഉത്തരവാദികളാണ് എന്ന് CPM പറയുമ്പോൾ BJP എടുത്തിരിക്കുന്ന നിലപാടും ആ തരത്തിൽ തന്നെയാണോ? സ്ഥലം MLA IC ബാലകൃഷ്ണൻ രാജിവെക്കണം, അദ്ദേഹത്തിന്റെ തലയിൽ മാത്രമാണ് ഈ വിഷയമുള്ളത് എന്നാണോ BJPയുടെ നിലപാട്? അതോ ഇത് KPCC കൂടി അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു കൂട്ടുകൃഷിയാണെന്നാണോ BJP കരുതുന്നത്? അവർണ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കരുവന്നൂരിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ മാനേജർക്കെതിരെ കേസെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഇന്നലെ വന്ന പശ്ചാത്തലം ഞാൻ ഓർത്തു പോകുകയാണ്. ഇത് നിലനിൽക്കുന്ന ഒരു സ്വകാര്യ വ്യക്തി ആദ്യമായിട്ട് കോടതിയെ സമീപിച്ച് കരുവന്നൂർ തട്ടിപ്പിലെ മുൻ മാനേജർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നൊരു കോടതി ഉത്തരവ് വന്ന ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിലുണ്ട്. CPM ഭരിക്കുന്ന കട്ടപ്പനയിലെ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച സാബു തോമസ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന്റെ സഹകരണ മേഖല സാധാരണക്കാരന്റെ സാമ്പത്തിക വിനിമയം നടക്കുന്ന അവന്റെ വീട്ടുമുറ്റത്തെ സാമ്പത്തിക ആശ്രയ കേന്ദ്രമാണ്. നിർഭാഗ്യവശാൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും ചേർന്ന് കോൺഗ്രസും CPM-ഉം എവിടെവിടെയാണോ കേരളത്തിൽ സഹകരണ മേഖല കൈകാര്യം ചെയ്യുന്നത്, ആ സഹകരണ മേഖലയെ അവർ അഴിമതി കൊള്ളയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന്റെ ചിത്രവും ചരിത്രവുമാണ് സഹകരണ മേഖലയിലെ അഴിമതിയെ കുറിച്ച്, ക്രമക്കേടിനെ കുറിച്ച്, കാര്യക്ഷമത ഇല്ലായ്മയെ കുറിച്ച് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വയനാട്ടിലെ വിഷയത്തെ സമീപിക്കുമ്പോൾ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA, ഇവിടെ മരണമടഞ്ഞ വ്യക്തി DCC-യുടെ ട്രഷററാണ്. ഇപ്പോ മുൻപ് അദ്ദേഹം DCC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ DCC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അർബുദ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരണമടഞ്ഞ ഒരു മാനസികാവസ്ഥ മനസ്സിൽ പേറിക്കൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ട്രഷറർ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മകനും വേണ്ടത്ര കാര്യശേഷിയുള്ള ശാരീരികാവസ്ഥ ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന് വിജയത്തിനു വേണ്ടി, പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി അക്ഷീണം പരിശ്രമിച്ച് വിജയമൊക്കെ കൈവരിച്ചു കഴിഞ്ഞപ്പോ IC ബാലകൃഷ്ണൻ തന്നെ വഞ്ചിച്ചു, തന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു എന്ന തിരിച്ചറിവിൽ ആത്മഹത്യയിൽ അഭയം തേടുകയായിരുന്നു എന്ന് കാണാം. ആത്മഹത്യക്ക് കാരണക്കാരൻ അവിടുത്തെ MLA IC ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ്. കരാർ വ്യവസ്ഥകൾ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന കരാർ വ്യവസ്ഥകൾ മാധ്യമങ്ങൾക്ക് വരികയാണല്ലോ, മാധ്യമങ്ങൾക്ക് ചർച്ചയ്ക്ക് കിട്ടുകയാണല്ലോ. അല്ല, ആ കരാറും വ്യാജമാണ്, KPCC പ്രസിഡന്റിന് അയച്ച കത്തും വ്യാജമാണ്. അതായത് ഇതെല്ലാം ഇതിനു മുൻപ് വന്ന പല കത്തുകളും വ്യാജമാണെന്ന്, ആരോപണങ്ങളൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞത് കൊണ്ട് ഇത് രണ്ടും വ്യാജമാണെന്നാണ് പറയുന്നത്. അതായത് KPCC പ്രസിഡന്റ് ഇതും അറിഞ്ഞിട്ടില്ല, സ്ഥലം MLA-യും ഇത് അറിഞ്ഞിട്ടില്ല.
അപർണ, ഇനിയിപ്പോ MN വിജയന്റെ മരണം വ്യാജമാണ് എന്ന് കോൺഗ്രസ് പറയുമോ, അദ്ദേഹത്തിന്റെ മകന്റെ മരണവും വ്യാജമാണോ എന്ന് കോൺഗ്രസ് പറയുമോ എന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. ബത്തേരി അർബൻ സഹകരണ ബാങ്കിലും പൂതാടി സർവീസ് സഹകരണ ബാങ്കിലും മലക്കിമട സർവീസ് സഹകരണ ബാങ്കിലും നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ആളുകളിൽ നിന്ന് IC ബാലകൃഷ്ണന്റെ ഇടനിലക്കാരായി നിന്നുകൊണ്ട് പണം വാങ്ങിയിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ പണം വാങ്ങിയിട്ടുണ്ട്. അതിന് ഈ പാവം MN വിജയനെ കരുവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ചെക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ ചെക്കുമായി വയനാട്ടിലെ BJP നേതൃത്വത്തെ ചില ആളുകൾ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവരെയെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്ന ധൈര്യത്തിലാണ് കോൺഗ്രസിന്റെ നേതാവ് ഈ ചർച്ചയിൽ വന്നിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് വസന്ത് പറയുന്നത്. അല്ല, പരാതിയുണ്ടോ? പരാതി, ഉദ്യോഗാർത്ഥികളുടെ പരാതിയുണ്ടോ? കേസുണ്ടോ? പ്രതിഷേധമുണ്ടായിട്ടുണ്ടോ? സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പലതരത്തിലുള്ള സമരങ്ങൾ അർബൻ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടതിന് മുൻപിൽ ഉണ്ടായതൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ് പാനലിസ്റ്റ് ഓർക്കുന്നുണ്ടാവില്ല. അതിൽ കൂട്ടിച്ചേർക്കാം ശ്രീ കെ സോമൻ. തീർച്ചയായിട്ടും ഇതിൽ ഇല്ലാത്ത ഒരു കഥയുടെ പേരിലാണോ കോൺഗ്രസിന്റെ നേതാവ് സ്വന്തം മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് നടന്നത്? എന്തിന്റെ പേരിലാണ്? എന്ത് മാനസികാവസ്ഥയുടെ പേരിലാണ് ഇന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന വിജയം വയനാട്ടിൽ നേടിയെടുക്കാൻ നേതൃത്വം കൊടുക്കുകയും അതിൽ സഹകരിക്കുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസിന്റെ നിലവിലെ ട്രഷറർ തന്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആത്മഹത്യയിൽ അഭയം തേടിയത് അഭിമാന ബോധമുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ വസന്തേ, നിങ്ങൾ ഈ സഹകരണ മേഖലയെ കുറിച്ച് വല്ലാണ്ട് പറയുമ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയിലെ അഴിമതിയെ കുറിച്ച് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസിന്റെ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതിയാണ്. ഞാൻ ആലപ്പുഴക്കാരനാണ് വസന്തേ. ആലപ്പുഴയിലെ മാവേലിക്കരയിലെ സഹകരണ സംഘം, തഴക്കര സഹകരണ സംഘം 50 കോടി രൂപയുടെ ക്രമക്കേടാണ് നടത്തിയത്. 50 കോടി രൂപയുടെ ക്രമക്കേട് നടത്തി തെരുവാധാരമായി പാവപ്പെട്ടവർ നടക്കുമ്പം വസന്തേ, നിങ്ങളുടെ ഭരണസമിതി തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. നിങ്ങളുടെ MP ആണ് മാവേലിക്കര ലോക്സഭയിലുള്ളത്. ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. വസന്തേ, നിങ്ങൾ പുറത്താക്കിയ ആളുകളെ CPM കൊണ്ടുപോകുന്നു എന്ന് പറയുകയാണല്ലോ. സ്വാഭാവികമായിട്ടും CPM അത് സ്വീകരിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അവിടെ വയനാട്ടില് നിങ്ങളൊരാളെ സ്വീകരിച്ചല്ലോ. അവിടെ വയനാട്ടിലെ വന്യമൃഗ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വൈദിക സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിനിടയിൽ ചെറിയ സംഘർഷമുണ്ടായപ്പോ BJPയുടെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ മധു ഒരു വിവാദമായ പ്രസ്താവന നടത്തി. ലോഹയിട്ട ഭീകരന്മാരാണ് ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഒരു നിമിഷം വൈകാതെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റിനെ ഒരു നിമിഷം വൈകാതെ പുറത്താക്കി. ആ MN മധു ഇന്ന് എവിടെയാ? BJPയുടെ മുൻ വയനാട്ടിലെ ജില്ലാ പ്രസിഡന്റ് ഇന്ന് എവിടെയാണ് വസന്തേ? നിങ്ങൾ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയി. ലോഹയിട്ട ഭീകരന്മാരാണ് അവിടെ വയനാട്ടിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത്, സംഘർഷത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് ആക്ഷേപിച്ച് അതിന്റെ പേരിൽ ഞങ്ങൾ പുറത്താക്കിയവരെ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയി ചേർത്ത് നിർത്തിയില്ലേ? അപ്പൊ നിങ്ങളുടെ കൂടെ വന്നാൽ അത് മതനിരപേക്ഷതയാണ്. ഇവിടെ അപർണ, സഹകരണ മേഖല സംശുദ്ധമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു പരിഷ്കാരത്തോടും ഇവർക്ക് യോജിപ്പില്ല. അതിൽ കോൺഗ്രസിന് യോജിപ്പില്ല, അതിൽ CPM-ന് യോജിപ്പില്ല. ശ്രീ കെ സോമൻ, അത് വേറെ വിഷയം. അതിലേക്ക് വരാം. ഞാൻ അഡ്വക്കേറ്റ് വസന്ത്, ഇങ്ങനെ എല്ലാം വ്യാജമായിട്ടുള്ള കത്തുകൾ വരുമ്പോൾ ഇതാരാണ് സ്ഥലം MLA-ക്കെതിരെ, സ്ഥലം MLA രാജിവെക്കണമെന്ന് CPM പറയുമ്പോൾ ഇത്തരം ഫോർജ്ഡ് രേഖകളുടെ എല്ലാം പിറകിൽ ആരാണ്? അല്ല അപർണ, അങ്ങനെ എനിക്ക് കുറച്ച് സമയം തരണം. കാര്യം നേരത്തെ ഇടതു പ്രതിനിധി അദ്ദേഹം എനിക്കെടുത്ത ലെക്ചർ അനുസരിച്ചുള്ള ചർച്ചയാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. ഉത്തരം തരണേ അതിനുശേഷം. അതെ, ഉറപ്പായും അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമുണ്ട്. ഒന്നാമതായി അദ്ദേഹം നേരത്തെ അപർണ പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. അപർണ പറഞ്ഞു ഒരുപക്ഷെ വസന്തിന് ഓർമ്മയുണ്ടാവില്ല എവിടെ ഈ അർബൻ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ ഉണ്ടായ സമരങ്ങളെ പറ്റിയെന്ന്. ഓർമ്മയുണ്ടോ അപർണ? ആ സമരങ്ങൾ നയിച്ചത് DYFI ആണ്. ആ സമരങ്ങൾ നയിക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണത്തിൽ ഉണ്ടായിരുന്ന ചെയർമാന്റെ പേരാണ് ഞാൻ പറഞ്ഞു, ഡോക്ടർ സണ്ണി. അന്ന് ആ ബാങ്ക് ബോർഡംഗമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധികേന്ദ്രമായിരുന്ന ആളുടെ പേരാണ് ഞാൻ പറഞ്ഞത്, KS വിശ്വനാഥൻ. ഇവരടക്കമുള്ളവർക്ക് നേരെ അന്ന് DYFI വലിയ സമരം അയച്ചു വിട്ടു. നല്ല കാര്യമാണ്. DYFIയും അവിടുത്തെ CPM-ഉം ഒക്കെ സമരരംഗത്തുണ്ടായിരുന്നു. നല്ല കാര്യം. പക്ഷേ ഇവർക്കെതിരെ അന്ന് ഇവരുടെ ആവശ്യം എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടി നടപടിയെടുക്കണം. കോൺഗ്രസ് പാർട്ടി വെറുതെ അങ്ങനെ ഒരു നടപടി എടുക്കുന്ന പാർട്ടിയല്ല. ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചു നടപടിയെടുത്തു.
പക്ഷേ ഇതാ ഈ നടപടി എടുത്തതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഈ അർബൻ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ കൊടി നാട്ടിയിരുന്ന ഡിവൈഎഫ്ഐക്കാരെ കാണാറില്ല. അവര് മിസ്സിംഗ് ആണ്. ഇനി ഞങ്ങൾ അവരുടെ മിസ്സിങ്ങിനും കൂടെ കേസ് കൊടുത്തില്ല എന്ന് ഇടതു പ്രതിനിധി എന്നോട് പറയുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ സമരം അവിടെ ഇല്ലാതായി. അങ്ങനെ സമരം ഇല്ലാതായി KS വിശ്വനാഥൻ ഇവരുടെ നിയമസഭാ സ്ഥാനാർത്ഥിയായി. അപ്പോ ഇടതു പ്രതിനിധി എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരാതി കൊടുത്തിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? പരാതി കൊടുത്താൽ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ കേരളത്തിന്റെ പോലീസ്. അത് പിണറായി വിജയന്റെ പോലീസിന്റെ ഒരു പ്രത്യേകതയാണ്, നല്ല കാര്യം. പരാതി കൊടുത്തിട്ട് ഇന്ന് DC ബുക്സിനെതിരെ പരാതി കൊടുത്തിട്ട് ഏതാണ് നമ്മുടെ ജയരാജന്റെ പരാതി പോലും സ്വീകരിക്കാൻ പറ്റത്തില്ലാത്തൊരു പോലീസാണ് ഇവിടെ ഉള്ളത്. അത് പോട്ടെ. പക്ഷേ അങ്ങനെ പരാതി കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഈ KS വിശ്വനാഥൻ നിയമസഭയിൽ മത്സരിക്കുമ്പോഴും ഞങ്ങളുടെ പാർട്ടി വിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ ചേരുമ്പോഴും അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി SP-ക്കും അവിടെ പൊതുസമൂഹത്തിന് മുമ്പിലും കൃത്യമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇടതു പ്രതിനിധി. അതങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇനി യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് ഈ KS വിശ്വനാഥൻ അടക്കമുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് മത്സരിപ്പിച്ചതിനെതിരെ വിവാദമുണ്ടായത്? ആക്ഷേപം ഉണ്ടായില്ലേ? ആരോപണം ഉണ്ടായില്ലേ? അത് ന്യൂസ് 18-ന്റെ ആർക്കൈവ്സിൽ ഉണ്ടാവും. അങ്ങേക്ക് ഈ ചർച്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ചർച്ചയുടെ ഇടയ്ക്ക് അപർണ അയച്ചു തരും. മാത്രമല്ല, നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റിനെ എന്തിനാണ് പുറത്താക്കിയത്? നിങ്ങൾ പുറത്താക്കിയത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോ, വയനാട് ജില്ലാ സമ്മേളനം നടക്കുമ്പോ ഇതാ പാർട്ടി ചില അഴിമതിക്കാരെ കൂടെ നിർത്തുന്നു, കോൺഗ്രസ് പോലും പുറത്താക്കി, കോൺഗ്രസ് പുറത്താക്കിയവരെ നമ്മൾ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു എന്ന് ആരോപിച്ചതിന്റെ പേരിലല്ലേ? അങ്ങനെ എന്തൊക്കെ വിഷയങ്ങൾ ഈ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? അതുകൊണ്ട് കണ്ണടച്ചങ്ങ് അങ്ങ് ഇരുട്ടാക്കണ്ട. പിന്നെ അങ്ങേക്ക് എന്താണ് മറ്റൊരു പ്രശ്നം? അങ്ങ് പറയുന്നത് IC ബാലകൃഷ്ണനെതിരെ ഒരു ആരോപണം വന്നിരിക്കുന്നു, അദ്ദേഹം രാജിവെക്കണം. ശ്രീ ഇടതു പ്രതിനിധി, എന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. IC ബാലകൃഷ്ണന് പൈസ കൊടുത്തു എന്ന് പൈസ കൊടുത്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പീറ്റർ അങ്ങനെ ആരോപിക്കുന്നില്ല. ഇനി അങ്ങ് പറയുന്ന ഒരു ലെറ്റർ ആണുള്ളത്. ഇനി അതിന്റെ പുറത്ത് IC ബാലകൃഷ്ണൻ രാജിവെക്കണമെങ്കിൽ വയനാടിൽ നിന്ന് കുറച്ച് താഴോട്ട് വരുമ്പോ തൃശ്ശൂര് AC മൊയ്തീൻ. ആരായിരുന്നു AC മൊയ്തീൻ? ഞാൻ 10 സെക്കൻഡിൽ ആ വിഷയത്തിൽ നിർത്തിയേക്കാം. AC മൊയ്തീൻ സഹകരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ചരിത്രത്തിലാദ്യമായി സഹകരണ വകുപ്പിന്റെ മന്ത്രി. ഇദ്ദേഹം DCC പ്രസിഡന്റ് എന്ന് പറയുന്ന പോലെ അദ്ദേഹം ജില്ലാ DC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തൃശ്ശൂർ DC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു CPM-ന്റെ. അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ അഴിമതി നടത്തി എന്നാണ് ആരോപണം. ആരോപണം മാത്രമല്ല വന്നത്, അദ്ദേഹത്തിനെതിരെ FIR ഇട്ട് അന്വേഷണം ഉണ്ടായി. അങ്ങനെ അന്വേഷണം മാത്രമല്ല ഉണ്ടായത്, കേന്ദ്ര ഏജൻസികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നു. അത് പിന്നീട് നിങ്ങൾ എവിടെ സെറ്റിൽ ചെയ്തു എന്നുള്ള അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടപ്പോ നിങ്ങൾ AC മൊയ്തീനോട് എന്നാ സഖാവേ ഒന്ന് മാറി നിൽക്കൂ, നിങ്ങൾ ഈ കുന്നംകുളം MLA ഇങ്ങനെ തുടരുന്നത് ശരിയല്ല, മാറി നിൽക്ക് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. IC ബാലകൃഷ്ണനെതിരെ നിലവിലുള്ളത് ഒരു ആരോപണമാണ്. ആ ആരോപണത്തിന് കഴമ്പുമില്ല, അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയാണ് AC മൊയ്തീൻ എടുക്കാത്ത ആർജവും IC ബാലകൃഷ്ണൻ എടുക്കുകയാണ്. അദ്ദേഹം പറയാണ് ഈ അന്വേഷണം ഉണ്ടാവണം, എനിക്കെതിരെ അടക്കമുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ആവശ്യപ്പെടുന്നത്. പിന്നീട് ഇടതു പ്രതിനിധി വല്ലാതെ ചോദിച്ചു, നിങ്ങൾ എന്ത് നടപടി എടുത്തു, നിങ്ങൾ എന്ത് ഇത് സ്വീകരിച്ചു? എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് കോടതി പോലീസ് ഒന്നും ഇല്ലാത്ത പാർട്ടിയാണെന്നേ. ഞങ്ങൾക്ക് അന്വേഷണ കമ്മീഷനോ മറ്റേ തീവ്രത നടക്കുന്ന മിഷനോ ഒന്നും ഇല്ലാത്ത പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ പോലീസിനെ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന പോലീസിനെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആ പോലീസ് അന്വേഷണം നടത്തട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇനി അപർണയുടെ ചോദ്യം, അല്ലല്ല, നിങ്ങൾ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചില്ലേ വസന്തേ? നിങ്ങൾ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു, 1-2 പേർക്ക് ഒരു സസ്പെൻഷൻ കൊടുത്തു, ഒന്നും ചെയ്യാതെ ഒന്നിരുന്നില്ല, ചെയ്തു, കണ്ണിൽ പൊടിയിട്ട് മാറി നിന്നു. നിയമപരമായിട്ട് വേറെ നടപടി നടക്കട്ടെ, ഒന്നും ചെയ്യാതിരുന്നില്ല. ഇങ്ങനെ ഒരു കാര്യം നടന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല അന്വേഷണ ഏജൻസി കൊണ്ട് അന്വേഷിക്കണം. കാര്യം അദ്ദേഹം ഞങ്ങളുടെ DCC ട്രഷററാണ്. മരിക്കുന്ന സമയം വരെ അദ്ദേഹം കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം പറയുമ്പോൾ ഇന്ന് IC ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുന്നു, പാർട്ടിക്കകത്ത് കോൺഗ്രസിൽ തന്നെയുള്ള ഒരു സംഘമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നത്. തന്നെ ഇങ്ങനെ കുടുക്കിയതിന് പിറകിൽ പാർട്ടിക്കകത്തെ ചിലരെയാണ് സംശയമെന്ന് പറയുന്നു. 30 ലക്ഷത്തിന്റെ കരാറിൽ തന്റെ പേര് വീണ്ടും വന്നു. 2021 രേഖകൾ വീണ്ടും പുറത്തു വന്നതിന് പിന്നിലും അങ്ങനെയാണെന്ന്. നിങ്ങൾക്ക് ഈ വിഷയം വരുമ്പോൾ ഒരുമിച്ചൊന്നും നിൽക്കാൻ അറിയില്ല. നിങ്ങൾക്കകത്ത് പാളയത്തിൽ പടയാണ്. നിങ്ങൾ എന്തിനാണ് CPM-നെ കുറ്റം പറയുന്നത്? ഒരിക്കലും ഇല്ല. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂ മുഴുവൻ ഇരുന്ന് കണ്ടതാണ് ഈ ചർച്ചയ്ക്ക് മുമ്പ്. ന്യൂസ് 18-ന്റെ തന്നെ അവിടെയുള്ള റിപ്പോർട്ടറാണ് ചോദിക്കുന്നത് ശ്രീ IC-യോട്,
ഇതാ നിങ്ങൾ പാളയത്തിൽ ഭയക്കുന്നുണ്ടോ, അതായത് കൂടെ ഉള്ളവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഭയക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീ ഐസി പറഞ്ഞത് എല്ലാ അർത്ഥത്തിലുമുള്ള അന്വേഷണം നടക്കട്ടെ എന്നാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ലെന്നേ. പിന്നെ ഈ പാർട്ടി എന്റെ ഒപ്പമാണെന്ന് പറയാൻ തോന്നുന്നില്ലേ? എന്റെ പാർട്ടി എന്റെ ഒപ്പമാണെന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള എല്ലാ തലത്തിലുമുള്ള അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും അന്വേഷിക്കട്ടെ, പാർട്ടിക്കകത്ത് നിന്നും അന്വേഷിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ എന്നല്ലേ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവില്ലേ വസന്ത്? അല്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടുറങ്ങി നടന്ന ആളാണല്ലോ വിശ്വനാഥൻ. ആ വിശ്വനാഥനാണല്ലോ അഴിമതി നടത്തി ഞങ്ങൾ പുറത്താക്കി അപ്പുറത്ത് പോയി അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ലല്ലോ. പുറത്തു പോയവരാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരെ, പുറത്തു പോയതാണ് സംശയം എന്ന് പറഞ്ഞാൽ പോരെ. അവരുടെ ഞാൻ പറഞ്ഞത് അത്തരം പുഴുക്കുത്തുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. എന്താ പ്രശ്നം? ഞങ്ങൾ ഒരു വശം അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞാൽ നാളെ അതല്ല പ്രശ്നം. എല്ലാ വശവും അന്വേഷിക്കട്ടെ, എല്ലാ വശവും. ഇനി ഒരു കാര്യം കൂടി, ഇടതു പ്രതിനിധി ഒരു അഭിഭാഷകനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു എഗ്രിമെന്റ് ഞാൻ നാളെ അനിൽകുമാറിന്റെ പേരിൽ അങ്ങ് എഴുതുകയാണ്, അത് വാലിഡ് ആയിരിക്കുമോ? അനിൽകുമാറിന് അതിൻ്റെ അകത്ത് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുമോ? അങ്ങ് അറിയാതെ അങ്ങയുടെ പേരിൽ ഞാൻ വാക്കുകൊടുത്ത ഒരു എഗ്രിമെന്റ് ഞാൻ മറ്റൊരാളുമായി ഉണ്ടാക്കിയാൽ അങ്ങുമായി ബന്ധപ്പെട്ട് ഈ എഗ്രിമെന്റിലെ കൺസേൺഡ് പാർട്ടീസ് ആരും അങ്ങുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് നിലനിൽക്കെ, അങ്ങുമായി ഞാനോ മറ്റേ പാർട്ടിയോ ഒരു ഫിനാൻഷ്യൽ ഇടപാടും നടത്തിയിട്ടില്ല എന്നിരിക്കെ അങ്ങ് ആ പാർട്ടിയിൽ ബാധ്യസ്ഥനാവുമോ? ആ കേസിൽ ആ എഗ്രിമെന്റിൽ അങ്ങ് ഫോർബിഡൻ ആവുമോ? അങ്ങ് ബാധ്യസ്ഥനാവുമോ? അങ്ങേക്ക് അതിന്റെ എന്താണ് ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുമോ? അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, ശ്രീ കെ അനിൽകുമാർ, ഈ വിഷയത്തിനകത്ത് പാളത്തിൽ പടയുണ്ടോ എന്നുള്ള വിഷയത്തിന് കോൺഗ്രസ് ഉത്തരം പറയട്ടെ. പക്ഷേ ഈ ഉടമ്പടി രേഖയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്നത് അതൊരു നിയമപരമായിട്ടുള്ള ചോദ്യമാണല്ലോ. അതായത് ഇതിന്റെ ഒന്നാം കക്ഷിയുടെ കയ്യിൽ മാത്രമേ യഥാർത്ഥ കോപ്പി ഇരിക്കുക. രഹസ്യ കരാറായതുകൊണ്ട് സാക്ഷികളില്ല, IC ബാലകൃഷ്ണന്റെ പേരില്ല, ഒപ്പില്ല, ഇതൊന്നുമില്ല. ആ തരത്തിൽ നിയമപരമായിട്ട് ഈ കരാർ നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. അപ്പോഴും ഇതാര് പിന്നെ ഉണ്ടാക്കി, ഇതാരാണ് ഇതിന് പിറകിൽ, ഈ ഒരു കരാറൊക്കെ ആയിട്ട് പുറത്തോട്ട് വരുന്നത് ആരാണ് എന്നൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. അതും അന്വേഷിക്കട്ടെ, അതും പാർട്ടിക്കകത്തെ പുഴുക്കുത്താണെങ്കിൽ അന്വേഷിക്കട്ടെ എന്നാണ് വസന്ത് പറയുന്നത്. പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു MLA, കോൺഗ്രസിന്റെ പ്രമുഖനായ അവിടുത്തെ വയനാട്ടിലെ നേതാവ്, നിയമം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ അവിടെ മരണപ്പെട്ടു പോയ, ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഹതഭാഗ്യനായ തന്റെ സഹപ്രവർത്തകൻ കള്ളം പറയുന്ന ആളാണ്, തനിക്കെതിരെ വ്യാജം എഴുതുന്ന ഒരാളാണോ എന്നാണോ പരാമർശിക്കുന്നത്? മരിച്ചുപോയ വിജയനെ ഇതുപോലെ അപമാനിക്കുന്നതിന് മര്യാദയുണ്ടോ? ഇതിനൊക്കെ നല്ലത് നിങ്ങൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഭക്ഷിക്കുകയല്ലായിരുന്നു. IC ബാലകൃഷ്ണനെ പോലെ നീചമായ മനസ്സോടുകൂടി ഒരാള് ഹൃദയം വെണ്ണീറായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. മകനെ അടക്കം വകവരുത്തിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ഇല്ല, അവർ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇരട്ട ആത്മഹത്യ. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അതിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടയാൾ ബാലകൃഷ്ണൻ, ഉത്തരം പറയേണ്ടയാള്, പൊതുജനങ്ങളോട് ഉത്തരം പറയേണ്ടയാള് പോലീസ് പറയട്ടെ, പിണറായി പറയട്ടെ എന്നാണ് പറയേണ്ടത്. അന്തസ്സുണ്ടെങ്കിൽ തനിക്കറിയാവുന്ന ഉത്തരം പറയണം. അങ്ങനെ ഉത്തരം പറയുമ്പോൾ ഈ മരിച്ചുപോയ മനുഷ്യൻ മര്യാദക്കാരനാണോ, അന്തസ്സുള്ള മനുഷ്യനാണോ, തന്റെ പാർട്ടിയുടെ കൂടെ സഹപ്രവർത്തകനായ ട്രഷററാണോ? അവിടെ നീചമായ നിലയ്ക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കള്ളത്തരം കാണിക്കുകയും അഴിമതി നടത്തുകയും കൊള്ളരുതായ്മ കാണിക്കുകയും അതിന്റെ ഭാഗമായി പണം പിടുങ്ങിയ പണം അതിന്റെ ഭാഗമായി തിരിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഇടനിലയുന്ന ഒരാൾ കോൺഗ്രസിന്റെ നേതാവായി ട്രഷററായി നിന്നു എന്നതുകൊണ്ട് അയാൾ അപമാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ആത്മാഭിമാനമുണ്ട് എന്നതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു. ബാലകൃഷ്ണൻ നാണവും മാനവും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാമല്ലോ. മാനമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തു, അതിനോട് അല്പം കരുണ വേണ്ടേ, ആർദ്രത വേണ്ടേ? മറുപടി പറയുമ്പോൾ ഞാൻ ആ ചോദ്യം ചോദിക്കും. വസന്ത് മറുപടി പറയുമ്പോൾ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മഹത്യ കുറിപ്പ് പോലുമില്ല, എന്നിട്ടും ആ നടത്തിയ പ്രസ്താവനയുടെ പുറത്താണ് AC മൊയ്തീനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ചലഞ്ച് ചെയ്യാണ്, AC മൊയ്തീന്റെ പേര് FIR ഉണ്ടോ? നിങ്ങൾ ബാലകൃഷ്ണൻ തൂങ്ങി നിൽക്കുമ്പോൾ ബാലകൃഷ്ണനെ രക്ഷിക്കാൻ വേണ്ടി AC മൊയ്തീന്റെ പേര് FIR ഉണ്ടെന്ന കള്ളം പറഞ്ഞിട്ട് നിങ്ങൾ ഏത് മാളത്തപ്പി വിളിക്കാൻ പോവാണ്? AC മൊയ്തീന്റെ പേരിൽ ഒരു FIR ഇല്ല, വിഡ്ഢിത്തരം പറയരുത്. 2, AC മൊയ്തീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല കേസ് ജയിച്ചത്. അദ്ദേഹത്തിന്റെ സ്വത്ത് ED ജപ്തി ചെയ്തപ്പോഴേ ഹൈക്കോടതി പോയി, ഹൈക്കോടതിയിൽ പോരാടി നേടിയതാണ്. BJP നേതാവിനോട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ,
നിങ്ങളുടെ BJP-യുടെ സംസ്ഥാന സെക്രട്ടറി MS കുമാറുണ്ട്, തിരുവനന്തപുരത്ത് ചെന്നാൽ അറിയാം. 106 കോടി രൂപയുടെ തട്ടിപ്പാണ് അദ്ദേഹം പ്രസിഡന്റായിരുന്ന ബാങ്ക് നടത്തിയത്. BJP-ക്കാർ ബന്ധപ്പെട്ട 86 സഹകരണ ബാങ്ക് തട്ടിപ്പുകളുണ്ട്. ഞാൻ മോദിയുടെ PM കെയർ ട്രസ്റ്റോ ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സഹകരണ മേഖല മാത്രം കേരളത്തിൽ 86 അഴിമതിയുണ്ട്. എന്തിനാണ് 3 തവണ പറയട്ടെ, മെഡിക്കൽ കോളേജ് അഴിമതി അടക്കം നമുക്ക് വേണേ ചർച്ച ചെയ്യാം. അല്ല വേണ്ട, ആ വിഷയത്തിലേക്ക് പോകണം. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വസന്ത്, ഞാൻ ചോദിച്ചതിലേക്ക് ഇല്ല, എല്ലാത്തിലേക്കും പറഞ്ഞ സമയം ഉണ്ടാവില്ല ശ്രീ കെ അനിൽകുമാർ. ഇപ്പൊ കോൺഗ്രസ് പ്രതിരോധത്തിലാണ്, അതിലൊരു തർക്കവുമില്ല. വസന്ത്, അതിനുള്ള മറുപടി, ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും ഇല്ലാത്ത ഒരു സംഭവത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ വലിയ വിഷയമുണ്ട്. ഇതിനകത്ത് ഈ രേഖകളെല്ലാം, ഈ ഉടമ്പടികളെല്ലാം എല്ലാം തള്ളിക്കളയാണ്. സംശയത്തിന്റെ ഒരു ഇതുപോലും MLA-യുടെ തലയ്ക്ക് മുകളിലില്ലെന്ന് ഇങ്ങനെ ഷടിക്കുന്നു കോൺഗ്രസ്, ഇതേ കോൺഗ്രസ് തന്നെ. അപർണ, ഈ കേസിലുള്ളത് എന്താണ്? ഈ കേസിലുള്ളത് ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ പത്രമാണ്. ആ ഉടമ്പടിയിൽ MLA പാർട്ടി അല്ല. പക്ഷേ അങ്ങ് പറഞ്ഞ കണ്ണൂരിലെ കേസിൽ, ADM-ന്റെ മരണത്തിന്റെ കേസിൽ നമ്മുടെ മുമ്പിൽ സുവ്യക്തമായ വീഡിയോ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ട ആശുപത്രിയിൽ നടത്തിയില്ല എന്ന് മാത്രമല്ല, ഇവർ വാശി പിടിച്ച് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തി. പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് അനുവർത്തിച്ചു വരേണ്ട പല കാര്യങ്ങളും ഇവർ ഒഴിവാക്കി. കുടുംബമോ അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളോ എത്തി ഒപ്പിട്ട് നൽകണമെന്നുള്ള പോലീസ് മാനുവലിലെ പല കാര്യങ്ങളും ഇവർ അട്ടിമറിച്ചു. ഇങ്ങനെയൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്തില്ലല്ലോ. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ വിജയേട്ടന്റെ കാര്യത്തിൽ അന്വേഷണം വേണം എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആ ഉടമ്പടിയും കത്തും തള്ളിക്കളയുന്നു. KPCC വിഷയം അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. പിന്നെ ആത്മഹത്യാ കുറിപ്പ് മാറ്റി എന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ വരുമ്പോൾ അതിനൊന്നും കോൺഗ്രസ് അത് കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഇതെല്ലാം നിഷേധിച്ചിട്ട് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തെടുത്ത് അന്വേഷിക്കും എന്നുള്ളൊരു ചോദ്യമില്ലേ? CPM-ന് എന്താണ് പറയാൻ പറ്റത്തില്ലാത്തത്? അവർ ആത്മഹത്യാ കുറിപ്പ് മാറ്റി എന്ന് പറയുന്നു. ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റി വൃത്തിയോടെ എഴുതി വെച്ച ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്നവരല്ലേ ഇവര്. അപ്പൊ അവർക്ക് അത് പലതും പറയാം. വ്യാജ വാർത്തയും വ്യാജരേഖ ഉണ്ടാക്കുന്നത് CPM-ന്റെ കുടുംബ സ്വത്താണ്, കുടുംബ തൊഴിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കുടുംബ പണിയാണ്. അതുകൊണ്ട് അവരത് പലരും ചെയ്യും. അവരങ്ങനെ ആരോപണം ഉന്നയിക്കും. അന്വേഷിക്കട്ടെ. നീ അനിൽകുമാർ, എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻസ് ഇല്ല നിങ്ങളുടെ പോലീസി? അദ്ദേഹം പറയാണ്, ഇതാ ഒരു ഇത് പോയതുകൊണ്ട് ഇനി ആത്മഹത്യാ കുറിപ്പ് അവിടെ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ എടുത്ത് മാറ്റി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും നിലവിൽ ഇതാ ഒരു എഗ്രിമെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ പോലീസിന്റെ കയ്യിലുണ്ട്. IC ബാലകൃഷ്ണൻ ഒരു MLA ആണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. CDR എടുക്കാം, അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങൾ എടുക്കാം. DCC-യുമായി ബന്ധപ്പെട്ട കേസാണ്. DCC-യുടെ മിനിറ്റ്സ് ബുക്ക് ഒരൊറ്റ സെക്കൻഡ് ശ്രീ കെ സോമൻ, ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ആരെങ്കിലും വരണം, ആരെങ്കിലും ഒരു പരാതി തരണം. ഇങ്ങനെ പണം കൊടുത്തിരുന്നു, അത് പോയി. ഈ IC ബാലകൃഷ്ണൻ പറയുന്ന കാര്യമുണ്ട്, MLA ആണല്ലോ, തന്നോട് വിളിച്ചു പറയാമല്ലോ. വേണ്ട, അത് മാധ്യമങ്ങളോടും പറയാമല്ലോ. പണം പോയി, താൻ കൊടുത്തിരുന്നു, വിജയന് പണം കൊടുത്തിരുന്നു, പണം പോയി എന്ന് പറഞ്ഞു ഒരാളെങ്കിലും വരണം. 2.5 കോടിയോളം പോയി എന്ന് പറയുന്നിടത്ത് ഒരാൾ പോലും വരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ MLA-യുടെ ഭാഗത്തുനിന്ന്. അവരുടെ ഈ വിഷയത്തിൽ ശ്രീ ബസന്തിന്റെ ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ശ്രീ MN വിജയന്റെ മരണം തന്നെയാണ്. അതാണ് ധൈര്യം. IC ബാലകൃഷ്ണൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നും അതിന് ഈ MN വിജയന്റെ പേരിലുള്ള ചെക്ക് കൊടുത്തിട്ടുണ്ട് എന്നും വയനാട്ടിൽ ധാരാളം പേര് പറയുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ പരാതിയായി, പ്രതിഷേധമായി മാധ്യമങ്ങളെയോ നിയമ വ്യവസ്ഥയോ സമീപിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കവചമായി ഇപ്പോ കോൺഗ്രസിന് ബസന്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് കാത്തിരിക്കാം. വരുന്ന ദിവസങ്ങളിൽ ഇതെല്ലാം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകും. എത്രയെല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും പണം നഷ്ടപ്പെട്ടവന്റെ നൊമ്പരം, തിരിച്ചു കിട്ടാത്തതിന്റെ പ്രതിഷേധം വരുന്ന ദിവസങ്ങളിൽ വരുന്ന സമയത്ത് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മരണം മറയാക്കി, ആ മരണത്തെ സംരക്ഷിത കവചമാക്കി ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ബസന്ത് പിന്നാലെ കുറച്ച് ദിവസം കഴിയട്ടെ, നമുക്കൊരൽപ്പം കാത്തിരിക്കാം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ എനിക്ക് പറഞ്ഞ സമയം തരണം. ഈ ചർച്ചയിൽ ഏറ്റവും കുറച്ച് സമയം കിട്ടിയ ഒരാള് ഞാനാണ്. ഇവിടെ നോക്കട്ടെ, അനിൽകുമാർ വലിയ കാര്യങ്ങൾ പറയുകയാണ്. കരുവന്നൂരിന്ന് കേട്ടാൽ അനിൽകുമാറിന് ഇപ്പൊ പൊള്ളും, വല്ലാണ്ട് പൊള്ളും. ഒരു കോടതി ആദ്യമായിട്ടാണെന്നേ ഒരു വ്യക്തി കൊടുത്തിട്ടുള്ള ഹർജിയിൽ അനുകൂലമായ വിധി വന്ന് മുൻ മാനേജർക്കെതിരെ കേസെടുക്കണമെന്ന് പറയുമ്പോ അനിൽകുമാറെ അങ്ങേക്ക് പൊള്ളും, സ്വാഭാവികമാണ്. അവരുടെ ഈ കേസിൽ, ഈ MN ബാലകൃഷ്ണന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും കേസിൽ
ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. ഒരു വലിയ അന്വേഷണവും CBR അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പരിശോധിക്കണമെന്ന് വസന്ത് പറയുമ്പോഴും അവർക്ക് ഒരു വലിയ ധൈര്യമുണ്ടെന്നേ. അനിൽകുമാറെ, പത്തനംതിട്ടയിലെ മൈലപ്പറയിലും അങ്ങ് പോയിക്കോളൂ. ഇന്ന് അവിടെ സമ്മേളനം നടക്കുന്നുണ്ടല്ലോ. ആ മൈലപ്പറയിൽ 33 കോടി രൂപ തട്ടിച്ചു. ഞങ്ങൾ ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ സഹകരണ മന്ത്രി നിങ്ങളുടേതല്ലേ, സർക്കാർ നിങ്ങളുടേതല്ലേ, പോലീസ് നിങ്ങളുടേതല്ലേ? അനിൽകുമാറെ, ഞാൻ അങ്ങയോടൊന്ന് ചോദിക്കട്ടെ, ഇത്രയും പ്രാകൃതമായ സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലമില്ലാത്ത ഒരു പരിശോധനാ സംവിധാനം, ഓഡിറ്റ് സംവിധാനം എവിടെയെങ്കിലും രാജ്യത്ത് സഹകരണ മേഖലയിൽ ഉണ്ടെങ്കിൽ അത് കേരളത്തിലല്ലേ? അത് പരിഷ്കരിക്കാൻ സാങ്കേതിക സംവിധാനത്തിന്റെ സഹായത്തോടെ അവിടുത്തെ പഴുതുകളടച്ച് ആ സംവിധാനത്തെ കുറ്റമറ്റതാക്കാൻ പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ പണം അവൻ വിശ്വസിച്ച് അവന്റെ വീടിന്റെ മുറ്റത്തുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടെത്തിക്കുമ്പോ അവൻ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാതിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഈ സഹകരണ മേഖലയിൽ നിങ്ങൾ രണ്ടു കൂട്ടരും കോൺഗ്രസും CPM-ഉം സൃഷ്ടിക്കുമ്പോ നിങ്ങൾ BJP-യെ പുലഭ്യം പറയുകയാണ്. BJP ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ക്രമക്കേടുണ്ടോ? നിങ്ങൾ അന്വേഷിക്കൂ. സഹകരണ മേഖലയുടെ സോഫ്റ്റ്വെയറിനെ എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല? നിങ്ങൾക്ക് അഴിമതിക്കുള്ള ഒരു വേദിയാണ് ഈ സഹകരണ അന്വേഷണ സംഘം സത്യം കണ്ടെത്തുകയില്ല, അത് കോൺഗ്രസ് നേതാക്കളെ സംരക്ഷിക്കും. അങ്ങനെയാണോ BJP കരുതുന്നത്? ഈ പറഞ്ഞു വരുന്നതിന്റെ ആകത്തുക അതാണോ? ഇവർ തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി തീർച്ചയായും ഈ പാവപ്പെട്ട MN വിജയന്റെ മരണവുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. IC ബാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന, അവിടെ പണം നഷ്ടപ്പെട്ടവനെ വേട്ടയാടുന്ന സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ വസന്തേ, നിങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കൂ. ഇവിടെ CBI വരട്ടെ. നിങ്ങൾക്ക് പെരിയയിൽ നീതി കിട്ടിയതുപോലെ CBI വന്നാൽ നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, സമയപരിമിതി കൊണ്ടാണ്. ഏതായാലും MLA IC ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ രാജിവെക്കണോ എന്നൊരു ചോദ്യം ചോദിച്ചു. 62% പ്രേക്ഷകരും അതെ എന്നുള്ള അഭിപ്രായമാണ്. 34% പ്രേക്ഷകർ അല്ല എന്ന് പറയുന്നു. ഏതായാലും ഇതിൽ തുടർ സമരങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും CPM കടക്കുമ്പോൾ ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കുന്ന കോൺഗ്രസ് MLAയും പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നു. ഏതായാലും കോൺഗ്രസ് CPM അന്തർധാര കാരണം അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് BJP-യും പറയുന്നു. അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരുമോ ഈ രണ്ട് ആത്മഹത്യകളുടെ പിറകിലുള്ള സത്യം എന്നതാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. വളരെയധികം നന്ദി K. സോമൻ, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമ്പള്ളി, ഒപ്പം അഡ്വക്കേറ്റ് K. അനിൽകുമാർ പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു പ്രൈം.